ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു കൈൻഡ് ഓഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ പോലെയാണ് ചെയ്യുന്നത്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയം മുതൽ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന്. പക്ഷേ ഇത്രയും ദിവസം ഞാൻ അത് ചെയ്തില്ല. ഞാൻ പിന്നെ ആവട്ടെ എന്നിങ്ങനെ തള്ളി നീക്കി ഇപ്പം ഇന്നിപ്പോൾ ന്യൂ ഇയർ ആവാറായി. ഈ വർഷം എൻഡ് ചെയ്യാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ അത് ചെയ്തിടാം, നാളെ മുതൽ പുതിയ തുടക്കം ആവട്ടെ എന്നോർത്തിട്ട് ചെയ്യാനിരുന്നതാണ് വീഡിയോ. ഇൻട്രൊഡക്ഷനിലോട്ട് പോവാം. എൻ്റെ പേര് ലക്ഷ്മി, ഹസ്ബൻഡ് പേര് വിശാഖ്. ഞങ്ങൾക്കൊരു മോനുണ്ട്, 8 മാസം കഴിഞ്ഞു, 9 മാസം ആവാറായി. പേര് തൃശിവ് എൽ വിശാഖ് എന്നാണ്. പിന്നെ വീട്ടിൽ നമ്മൾ പാപ്പു എന്ന് വിളിക്കും. നിങ്ങൾ വീഡിയോസിലായി കണ്ടിട്ടുള്ളവർക്കറിയാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാപ്പു എന്ന് പറയാറുണ്ട്, അവനെ കാണിക്കാറുണ്ട് വീഡിയോയിൽ. ഹസ്ബൻഡ് ഇപ്പോൾ ഗൾഫിലാണ്, കഴിഞ്ഞ മാസമാണ് പോയത്. നവംബർ 21-നാണ് പോകുന്നത്. പുള്ളി അബുദാബിയിലാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീട്ടിലാണ്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, പിന്നെ എനിക്കൊരു ചേട്ടനുണ്ട്. ചേട്ടനും പുറത്താണ്, ദുബായിലാണ്. അവൻ പോയിട്ട് 3 വർഷമായി. ഇപ്പം ഞാനും അച്ഛനും അമ്മയും വാവയും മാത്രമേ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് അപ്പോഴും വീട്ടിലും പോയി നിൽക്കാറുണ്ട്. ഇവിടെ എനിക്കും. ഹസ്ബൻഡ് ഇവിടെ ഒരു വലിയ ഫാമിലിയാണ്. അതായത് അച്ഛൻ, അമ്മ, ചേട്ടൻ്റെ ഭാര്യ, 2 കുഞ്ഞുങ്ങൾ. അത് രണ്ടാമത് അപ്പുവേട്ടനാണ്. അപ്പുവേട്ടൻ, ഞാൻ, ഞങ്ങളുടെ മോൻ, പിന്നെ ഒരു അനിയനുണ്ട്. അനിയൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയും പേരടങ്ങുന്ന ഒരു വലിയ ഫാമിലിയാണത്. അപ്പോൾ ഇത്രയൊക്കെ എന്നെക്കുറിച്ച് പറയാനായിട്ടുള്ളൂ. അപ്പോൾ ഈ 2024 ഇവിടെ തീരുവാണല്ലോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ എടുക്കാം. അങ്ങനെ എടുക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. എനിക്കൊന്നും ഒട്ടുമിക്ക ആൾക്കാരെ അങ്ങനെ എടുക്കുന്നവരാണ്. പക്ഷെ ഞാനൊന്നും എടുക്കുന്നില്ല. കാരണം ഞാൻ എടുത്താലും ഒന്നും നടക്കാനൊന്നും പോകുന്നില്ല. ഞാൻ എന്ത് വിചാരിക്കുന്നോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങൾ നടക്കാറുള്ളൂ. അത് ഇത്രയും വർഷം അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പം ഈ വർഷവും അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ചെയ്യുന്നില്ല. എങ്ങനെയാണോ പോകുന്നത് അതുപോലെ അങ്ങ് പോട്ടെ. ഒരു പ്ലാനും ഇല്ലാതെ ഈ വർഷം എങ്ങനെ പോകുമെന്നാണ് എനിക്ക് അറിയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് റെസൊല്യൂഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എനിക്കൊരു ആഗ്രഹമുണ്ട്, കുറച്ച് ആഗ്രഹങ്ങളുണ്ട്. അത് ഈ വർഷമെങ്കിലും നടക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അത് പറ്റുമെന്ന് അറിയാൻ വയ്യ. അത് ഒരുപാടൊന്നുമില്ല, 1-2 കാര്യങ്ങളേ ഉള്ളൂ. അതൊക്കെ പറ്റുന്നതാണെങ്കിൽ അന്നേരം ഞാൻ പറയാം. കാരണം ഇപ്പോഴേ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാനേ പോകുന്നില്ല. പിന്നെ ഫിനാൻഷ്യലി കുറച്ച് സ്റ്റേബിൾ ആവണമെന്നുണ്ട്. അപ്പോൾ അതിനുള്ള വഴികളൊക്കെ കണ്ടുപിടിക്കണം. ഈ 2024 എനിക്ക് ഒരുപാട് സന്തോഷങ്ങൾ തന്ന വർഷമാണ്. സന്തോഷം ഉണ്ടായിരുന്നു, അതേപോലെ ചെറിയ ചെറിയ ദുഃഖങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് സന്തോഷമാണ്. 2024-ലാണ് എൻ്റെ ചേട്ടനും കസിനും ഒക്കെ ഗൾഫിൽ പോയത് 2021-ലാണ്. അപ്പോൾ അവർ 2-2.5 വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ വരുന്നത് ഈ 24-ലാണ്. അതും ഒരു ഫെബ്രുവരി മാർച്ച് സമയങ്ങളിൽ. അപ്പം ഞാൻ ലാസ്റ്റ് ട്രൈമസ്റ്ററൊക്കെ ആയപ്പോഴാണ് അവരെത്തുന്നത്. അപ്പോൾ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എൻ്റെ ചേട്ടനെ കാണണം എന്നായിരുന്നു. അവനെയാണ് എനിക്ക് അടുത്ത് കിട്ടാത്തത്. അപ്പോൾ എനിക്ക് അവനെ കാണുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ പ്രസവിക്കുന്നതിന് മുന്നേ എനിക്ക് അവനൊന്ന് കാണണം എന്നുള്ളത് എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അതെന്തായാലും മാർച്ചിൽ അവൻ വന്നു. അങ്ങനെ കാത്തിരുന്ന് അവൻ വന്നു. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള സമയമായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു അന്ന്. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ അടുത്ത മാസം ഞാൻ പ്രസവിക്കുന്നത്, വാവ വരുന്നു. അതും ഭയങ്കര സന്തോഷമുള്ള സമയമാണ്. പിന്നെ അങ്ങോട്ട് നമുക്ക് സന്തോഷം കാണുന്നു. പിന്നെ നമുക്ക് ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് എല്ലാ വീട്ടിലുള്ളതുപോലെ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ 21 നവംബർ വരെ അപ്പോഴും ഉണ്ടായിരുന്നു. നവംബർ 21-ാം തീയതി അപ്പോഴും പോകുന്നു. അപ്പോൾ അതെനിക്കൊരു ഭയങ്കര വിഷമമാണ്. പിന്നെ നമുക്ക് വേണ്ടിയിട്ടാണല്ലോ പോകണമെന്ന് ആലോചിച്ചപ്പോൾ ഓക്കെ, ഇത് നമ്മൾ ഫേസ് ചെയ്യണം. കാരണം അപ്പോൾ അതാണ് ഈ വർഷത്തിൽ എനിക്ക് കുറച്ച് വിഷമമുള്ള കാര്യങ്ങൾ. പിന്നെ പക്ഷേ 2023 എനിക്ക് കുറച്ച് വിഷമങ്ങളൊക്കെ ഉള്ള സമയമായിരുന്നു. സന്തോഷം ഉണ്ടായിരുന്നു വെച്ചാൽ ആ സമയത്താണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത്. 2023-ലാണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത്. അപ്പോൾ അതെനിക്കൊരു സന്തോഷമുള്ള സമയമാണ്. പിന്നെ അത് കഴിഞ്ഞ് അങ്ങോട്ട് പിന്നെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ആരൊക്കെയാണ് എന്ന് എനിക്ക് മനസ്സിലായത് 2023-ലായിരുന്നു. അതുകൊണ്ട് 24 ഞാൻ മര്യാദയ്ക്ക് കൊണ്ടുപോയി. നമുക്ക് ഓരോ വർഷവും നമുക്ക് പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ 23 പഠിച്ച പാഠം ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോയത്. 24 ഇങ്ങനത്തെ വിഷമങ്ങളൊന്നും ഇല്ലായിരുന്നു, അങ്ങനെയുള്ള അവസരങ്ങളും ഉണ്ടായിട്ടില്ല. എല്ലാം സ്മൂത്തായിട്ട് പോയി എന്നാണ് എൻ്റെ ഒരു നിഗമനം. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെന്ന് തോന്നുന്നു. എനിക്ക് എല്ലാവർക്കും എല്ലാ ഇയറും നല്ലതായിരിക്കത്തില്ലല്ലോ. എനിക്ക് കഴിഞ്ഞ വർഷം നല്ലതേ അല്ലായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ഈ വർഷം കുഴപ്പമില്ലാത്ത വർഷമാണ്. അതുകൊണ്ട് എനിക്ക് 2024 ഒരു നല്ല വർഷമായിരുന്നു. പക്ഷേ 2025 അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. 2023 ഞാൻ ഒരുപാട് പ്രതീക്ഷയോടുകൂടി കയറിയ വർഷമാണ്. ആ വർഷം എനിക്ക് ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് 2024 പ്രത്യേകിച്ച് ഒരു പ്ലാനിങ്ങും ഇല്ലാതെയാണ് പോയത്. അതുകൊണ്ടായിരിക്കും എനിക്ക് വലിയ കുഴപ്പങ്ങളില്ലാതെ 2024 എൻഡ് ചെയ്യാൻ പറ്റിയത്.
2025 അതുപോലെയൊക്കെ എൻഡ് ചെയ്യാൻ പറ്റട്ടെ. സമാധാനപരമായിട്ട് 2024 പോലെ 2025 നല്ല സ്മൂത്തായിട്ട് പോകുന്ന ഒരൊറ്റ പ്രാർത്ഥന എനിക്കുള്ളൂ. അപ്പോൾ എല്ലാവർക്കും 2025 ഒരു നല്ലൊരു വർഷമായിരിക്കട്ടെ. നല്ല സമാധാനവും സന്തോഷവും ഒക്കെ ഉള്ള ഒരു വർഷമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, ടാറ്റാ.